ഇരിക്കെവിടെ? ദക്ഷിണ നിങ്ങളുടെ വല്ലവരും കൊണ്ട് തരുമോ? മര്യാദക്ക് കാശ് വെച്ചിട്ട് പോണം. ബ്ലേഡി ഫൂൾസ്. അയ്യോ സോറി സ്വാമിയമ്മേ, മറന്നുപോയതാ. ഞാൻ മറക്കില്ല. ഇതെന്നല്ല ഒന്നും. പൊയ്ക്കോളൂ. എന്റെ കരിങ്കുട്ടി ചാത്തമാര് കൂടെയുണ്ട്. ദത്തന് നേരത്തെ ആണല്ലോ. അത് ശരി. അപ്പൊ നേരത്തെ വന്നാലും കുഴപ്പമാണോ? എന്ത് കുഴപ്പം? സന്തോഷം കൊണ്ട് പറഞ്ഞല്ലേ. ഓക്കെ. നീയേ ഇവിടെ എന്താ ദത്തേട്ടാ? ഇരിക്കടോ. ഞാൻ നിനക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഇതെന്താ ദത്തേട്ടാ? എന്താണെന്ന് തുറന്നു നോക്ക്. കാന്താരിയോ? കഴിച്ചൊക്കെ കൊള്ളാവോന്ന്. എന്തിനാ കഴിക്കുന്ന? ആണോ അടിച്ച തന്നെ അറിയില്ലേ സൂപ്പറാണ്. അതാണ്. എന്നാ കഴിച്ചോ. അല്ല ദത്തൻ ഇത് എവിടുന്ന? അല്ല അത് പിന്നെ നമ്മുടെ എബ്രഹാമില്ലേ ട്രാഫിക്കിലെ, പുള്ളിയുടെ വൈഫ് നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നയച്ചതാ. അവര് ദത്തന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു? ഏയ് ഇല്ലില്ല, എബ്രഹാമിന്റെ കയ്യിൽ കൊടുത്തയച്ചതാ. അതിന് ദത്തൻ അയാളോട് പറഞ്ഞായിരുന്നോ എനിക്കിത് ഇഷ്ടമാണെന്ന്? എടി നീ പ്രഗ്നന്റ് ആയിരിക്കല്ലേ, അപ്പോ അയാള് മനോധർമ്മം കൊണ്ട് ചെയ്തയാ. ഇതൊക്കെ നിനക്ക് ഇഷ്ടമാണെന്ന് അവർക്കറിയാം. എങ്ങനെയുണ്ട്? കൊള്ളാ? സൂപ്പർ, ഒരു രക്ഷയില്ല. എന്നാ പിന്നെ ഒരു പിടിയും കൂടി. കഴിക്ക്. സൂപ്പറല്ലേ? കഴിക്കടോ. എബ്രഹാമിന്റെ വൈഫിന്റെ പേരെന്താ പറഞ്ഞേ? എന്ത്? എന്താ ചെവി അടിച്ചു പോയോ? എബ്രഹാമിന്റെ ഭാര്യയുടെ പേരെന്താന്ന്? അല്ല പിന്നെ എലിസബത്ത്. എലിസബത്ത് 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 എലിയായാലും പൂച്ചയായാലും കൊള്ളാം, അവർക്ക് ആഹാരം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല. അത് തന്നെ. അപ്പം നീയല്ലേ ഇപ്പൊ പറഞ്ഞത് സൂപ്പറാണ്? എപ്പോ പറഞ്ഞു? ഇപ്പൊ ഇത് കഴിച്ചിട്ട്. അല്ല കഴിക്കുന്നതിന് മുമ്പും പറഞ്ഞല്ലോ നല്ല മണം ഉണ്ടെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഒട്ടും കൊള്ളത്തില്ല. എനിക്കൊന്നും വേണ്ട. നിനക്ക് എന്ത് പറ്റിയ ആമി? ആരെന്ത് തന്നാലും കൈ നീട്ടി അങ്ങ് വാങ്ങിക്കോണം, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട്. അല്ല ആമി, അതിന് നിനക്കെന്ത് നാണക്കേട്? നിന്നെ അവരെ അറിയ പോലും ഇല്ലല്ലോ. ആർക്കറിയാം അറിയില്ലെന്ന്. എനിക്ക് ഏതായാലും ഇങ്ങനെ വല്ലവളുമാരും ഉണ്ടാക്കുന്ന കഴിക്കാൻ താല്പര്യമില്ല. മെയിൻലി ഇത് ആപത്തുചലുണ്ടല്ലോ. ചേടാ, ഇതൊരു സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഇത്രയും വലിയ സ്നേഹമൊന്നും എന്നോട് ആരും കാണിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. അല്ല ആമി, എന്റെ ദൈവമേ, നിനക്ക് എന്ത് പറ്റി? ഇനി ഇത് തന്നയച്ചത് സുജാതയാണെന്നെങ്ങാനും അവൾ അറിഞ്ഞു കാണൂ? അതിന് സാധ്യതയൊന്നുമില്ല. കപ്പയിലും കാന്താരിയിലും പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ സുജാതയാണോ എലിസബത്ത് ആണോ എന്ന് തിരിച്ചറിയാൻ. എന്നാലും ഗോമതി, ഗോമതിയേ, ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചാലും കേക്കത്തില്ല. ഗോമതി, വരുന്നു. കോമതി 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 24 മണിക്കൂർ ഈ ഒരൊറ്റ വിളിയേ ഉള്ളൂ. മനുഷ്യനെ ഒരു പണി ചെയ്യാനും സമ്മതിക്കത്തില്ല. ഇവിടെ വേറെ ഒരുത്തി ഉണ്ടല്ലോ, ക്ലാരമ്മ. അവളെ ആരും വിളിക്കത്തുമില്ല. അവർക്കാണെങ്കിൽ ഫുൾ ടൈം വിശ്രമം. ഓ എന്റെ ഈശ്വര, എന്റെ ഒരു വിധി. ഗോമതി, ഓ ദോ വരുന്നു. എന്താമേ? ഇങ്ങോട്ട് വന്നേ.
എന്നാടി വരാൻ ഇത്ര താമസം? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിക്കുക? എന്റെ അമ്മ, ഞാൻ അവിടെ പണിയിലായിരുന്നു. എന്തായിരുന്നടി ഇത്ര മലമറിക്കുന്ന പണി? ആമിമോക്ക് നാളെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലുള്ള സാരി തേച്ചു വെക്കുമായിരുന്നു. അത് നാളെ കഴിഞ്ഞല്ലേ, ഇപ്പൊ തേച്ചു വെക്കണോ? അത് പറഞ്ഞ മുത്തശ്ശിയുടെ കൊച്ചുമോള് കേൾക്കുവോ? അറിയാലോ വാശി. അല്ല, എന്തിനാ എന്നെ വിളിച്ചേ? ഡേ, ആ തുണിയെല്ലാം തേച്ചു വെച്ചിട്ടേ നീ പറമ്പിൽ പോയി ആ പൊഴിഞ്ഞു കിടക്കുന്ന പുളിയുണ്ടല്ലോ അതെല്ലാം പെറുക്കി എടുത്തോണ്ട് വാ. മഴ നനഞ്ഞാ പിന്നെ കൊള്ളൂല. എന്തി അമ്മയുടെ ക്ലാരമ്മ? അവര് പോയി പുളി പറക്കാൻ എന്താ പുളി പിണങ്ങൂ? ക്ലാരമ്മ അടുക്കള പണിയിലല്ലേ? ആ പണിക്ക് അടുക്കളപ്പണി എന്നല്ല പറയുന്നത്, കള്ളപ്പണിന്നാ. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് ഒരു രാപ്പകൽ പണി. അതുകൊണ്ട് എന്താ, പണി കിട്ടുന്ന മുഴുവൻ എനിക്കല്ലേ? ഇങ്ങനെ ഒരു അസൂയക്കാരി പെണ്ണ്. അയ്യോ, ഈശ്വരായി, കൊച്ചിന് എന്ത് പരിപാടിയാ കാണിച്ചേ? എന്താ ചേച്ചി? എന്ത് ഓണെന്നോ? എന്താ? അയ്യോ, ഈ സാരിയുടെ പരിവം കണ്ടോ? ആമിമോൾക്ക് ആശുപത്രി പോകാൻ വേണ്ടി ഞാൻ തേച്ചു വെച്ച സാരിയാ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. എന്റെ ഈശ്വര, ഞാൻ ഇനി ആമിമോളോട് എന്തോ പറയും? അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. ആവശ്യമുള്ളൊന്നും കാണത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഈ മോന്തയ്ക്ക് ഈ സാമാനം വെച്ചിരുന്നേ? ഈ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും, ഞാൻ പറഞ്ഞേക്കാം. അത് ഞാൻ ഒന്നുകൂടി തേച്ചെന്നാ പോരെ? ഇങ്ങ കൊണ്ട് ഞാൻ തേച്ചരാം. തൊട്ടുപോരുത് എന്റെ തുണിയില്. ചുളുക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ തേച്ചു തരാന്നോ? അയ്യോ ചേച്ചി, ഞാൻ അറിയാതെ. ഇതറിയാതെയൊന്നുമല്ല, നീ ഇത് മനപ്പൂർവ്വം എന്നോടുള്ള വിരോധം കൊണ്ട് ചെയ്തതാ. എന്നോട് നേരിട്ട് മുട്ടാൻ പറ്റില്ലല്ലോ, അപ്പൊ പിന്നെ ഇതൊക്കെയാണല്ലോ എന്നോട് പ്രതികാരം ചെയ്യാനുള്ള ഏക വഴി. ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ, ഞാൻ മനസ്സറിയാത്ത കാര്യ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തേച്ചു തരാം. എന്റെ തുണിയിൽ നീ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇവിടെ? എന്തിനാമി ഇങ്ങനെ ബഹളം കൂട്ടുന്ന? മുത്തശ്ശി ഇത് കണ്ടില്ലേ? അലക്ക് തേച്ചു വെച്ചിരുന്ന സാരിയാ ഇവളിത് ചുളുക്കി കോളമാക്കി. മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു ഇത് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞല്ലേ സാരി തേച്ചു വെച്ച കാര്യം. ഒരു നിമിഷം എന്റെ കണ്ണു തെറ്റിയപ്പോഴത്തേക്കും കോളമാക്കി വെച്ച്. ഈ കുട്ടി മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടെ തേച്ചാ തീർന്നില്ലേ പ്രശ്നം? എങ്ങനെ തീരും? ഇനിയും ഇവൾക്ക് വേണമെങ്കിൽ ചുളുക്കാലോ. ചുളുക്കാൻ നീ ഇതിവിടെ വെക്കണ്ട, നിന്റെ മുറി കൊണ്ട് അലമാര വെച്ച് പൂട്ടി വേ. ഓഹോ, അപ്പൊ ഇതിനും കുഴപ്പം എനിക്കാണല്ലേ? ഓ, എന്റെ ആമി സംഭവിച്ചു പോയ കാര്യല്ലേ. ഇനിയിപ്പൊ ദേഷ്യപ്പെട്ടിട്ടോ വഴക്കുണ്ടാക്കിട്ടോ വല്ല കാര്യമുണ്ടോ? നീ പെണങ്ങണ്ട, ഞാൻ തേച്ചു തരാം. ഇതാ. അയ്യോ വേണ്ട, ആരും ബുദ്ധിമുട്ടണ്ട. ഈ ചുളുങ്ങിയ സാരി തന്നെ ഉടുത്തോണ്ട് ഞാൻ പൊയ്ക്കോളാം. ഞാൻ മോശമാവുന്നത് കാണുന്നതല്ലേ എല്ലാവർക്കും സന്തോഷം. ചേച്ചി അവിടെ നിൽക്കട്ടെ, ഇതിന്റെ ഇളക്ക് കമ്പനി നീ ആയിരിക്കും അല്ലേ? എന്റെ അമ്മോ, ഞാനൊന്നും കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആമിമോള് കേറി വന്നതാ. സംശയം ഉണ്ടെങ്കിൽ ഈ കൊച്ചിനോട് ചോദിക്കും. നിന്റെ സത്യവും കള്ളവും ഒന്നും എനിക്ക് കേൾക്കണ്ട. പൊക്കോ.